കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നു ചേർന്ന എല്ലാവർക്കും വന്ദനം. പല സഹോദരങ്ങളും കടന്നു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ രാത്രിയിൽ നമ്മൾ കൃത്യസമയത്ത് ആരംഭിക്കുന്നത് പോലെ തന്നെ അത് അവസാനിപ്പിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. വളരെ പ്രായോഗികമാകുന്ന വിഷയങ്ങളാണ് യാക്കോബ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ചൊന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് ഒരു പ്രധാനപ്പെട്ട എല്ലാ കാലത്തും നമ്മുടെയൊക്കെ പ്രശ്നമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ടെൻഡൻസി ആയിരിക്കുന്ന ഒരു നാം കറക്റ്റ് ചെയ്യപ്പെടേണ്ട മുഖപക്ഷം കാണിക്കരുത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് യാക്കോബ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നും പല കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ ഓരോ വാക്യങ്ങളായിട്ട് ചിന്തിപ്പാൻ താല്പര്യമുണ്ടെങ്കിലും അതിനുള്ളതാകുന്ന സമയത്തിൻ്റെ ഒരുപക്ഷെ അത് കവർ ചെയ്യുവാൻ കഴിയുമോ എന്ന ഭയം കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിപ്പാനിരിക്കുന്ന വിഷയം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയും ആ വേദഭാഗത്ത് നിന്ന് നമ്മൾ വരുന്ന ഏതാനും ആഴ്ചകൾ ആ വേദഭാഗത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്, വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ വേദഭാഗം നമ്മളൊന്ന് വായിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. വിശേഷിച്ച് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ യാക്കോബിൻ്റെ ലേഖനത്തിലെ ഏറ്റവും ഒരുപക്ഷെ വിവാദപരമായിട്ടുള്ള കോൺട്രാവേഴ്സ്യലായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് ആ 24-ാമത്തെ വാക്യം ഒന്നും നമ്മൾ ചിന്തിക്കുവാനുള്ള സമയം നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൽ ആ ഭാഗം മുഴുവൻ ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമാകുന്ന അർത്ഥം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് അല്പം ചില കാര്യങ്ങൾ ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് താൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം
യാതൊരു സംശയവുമില്ലാതെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കാണുന്നു. 3 പ്രാവശ്യം താൻ പറയുന്ന കാര്യം 17-ാമത്തെ വാക്യം, ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ ഈസ് ഡെഡ്. അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. 20-ാം വാക്യം, ഫെയ്ത്ത് വിത്തൗട്ട് ഡീഡ് ഈസ് യൂസ്ലെസ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം. 26-ാം വാക്യം, ഫെയ്ത്ത് വിത്തൗട്ട് ഡീഡ്സ് ഈസ് ഡെഡ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. എന്തുകൊണ്ടാണ്? ഇൻ വാട്ട് വേ സച്ച് ഫെയ്ത്ത് ഈസ് ഡെഡ്? എന്തുകൊണ്ടാണ്, ഏതർത്ഥത്തിലാണ് ഈ വിശ്വാസം നിർജീവമാണ്, മരിച്ചതാണ് എന്ന് യാക്കോബ് പറയാൻ താൻ താല്പര്യപ്പെടുന്നത്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. The sense that James gives is that this faith does not achieve its purpose. എന്താണ് ഫെയ്ത്തിൻ്റെ പർപ്പസ്? വിശ്വാസത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസത്തിൻ്റെ ഉദ്ദേശം രക്ഷിക്കുക എന്നുള്ളതാണ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? സോ ദിസ് ഫെയ്ത്ത് which James is talking about do not attain its purpose. യാക്കോബ് ഇവിടെ പറയുന്ന ഈ വിശ്വാസം ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ല. ആ വിശ്വാസം രക്ഷിക്കുന്നില്ല. ഇറ്റ് cannot save. 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ വിശ്വാസത്തിന് നീതീകരിപ്പാനും കഴിയുന്നതല്ല. ഈ വേദഭാഗം നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ആ വേദഭാഗത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. യാക്കോബ് പറയുന്ന വിഷയം വിശ്വാസത്തിൻ്റെ ഒപ്പം പ്രവർത്തികളുടെ ചേർത്തു വെക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്കെത്തുന്നത് എന്നല്ല യാക്കോബ് പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിരിക്കണം. ജെയിംസ് ഈസ് നോട്ട് സേയിങ് that works must be added to the faith in order to be saved or to be justified. അതായത് വിശ്വാസം പ്ലസ് പ്രവൃത്തി, വിശ്വാസത്തിൻ്റെ ഒപ്പം പ്രവൃത്തിയൂടെ ചേർന്നു വന്നാൽ ഒരുവൻ രക്ഷിക്കപ്പെടും എന്നല്ല യാക്കോബ് പറയുന്നത്. പിന്നെ യാക്കോബ് പറയുന്നത് genuine biblical faith that saves a sinner will inevitably be characterized by works. യഥാർത്ഥത്തിൽ ഒരു പാപിയെ രക്ഷിക്കുന്ന വിശ്വാസം. അപ്പം രക്ഷിക്കാത്ത വിശ്വാസമുണ്ട്, വ്യാജമായ വിശ്വാസമുണ്ട്, സ്പ്യൂരിയസ് ഫെയ്ത്ത് ഉണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. വ്യാജമായൊരു വിശ്വാസമുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവൃത്തി എന്നുള്ളത് രക്ഷപ്പെടുവാൻ വിശ്വാസത്തിൻ്റെ ഒപ്പം ചേർക്കേണ്ട ഒരു കാര്യമാണ് എന്നല്ല യാക്കോബ് പറയുന്നത്. അതിൻ്റെ കാരണം യാക്കോബ് ഇതിനു മുൻപ് പറയുന്ന വാക്കുകൾ തന്നെ
അതല്ല യാക്കോബ് അർത്ഥമാക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ 1:21 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. അപ്പോൾ ആ ഉൾനട്ടതാകുന്ന വചനം ഒരു വ്യക്തി സൗമ്യതയോടെ കൈക്കൊള്ളുമ്പോൾ that word will transform a person and it will result in works that pleases God. അത് താഴ്മയോടെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയിൽ വ്യത്യാസമുണ്ടായേ തീരൂ. ആ വിശ്വാസമുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവർ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. യാക്കോബ് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒപ്പം പ്രവൃത്തി ചേർത്ത് വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്നല്ല യാക്കോബ് പറയുന്നത്. പിന്നെന്താണ് യാക്കോബ് ഇവിടെ പറയുന്നത്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യത്തിൽ ആ ജെനുവിൻനെസ് ഓഫ് സേവിങ് ഫെയ്ത്ത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? If somebody claims that he has faith, അതാണ് അവിടുത്തെ വിഷയം. ഒരാൾ പറയുകയാണ് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം, how can somebody test and see whether the faith which he claims he has, ആ വ്യക്തി അവകാശപ്പെടുന്ന വിശ്വാസം അവൻ അത് അവകാശപ്പെടുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? യാക്കോബ് പറഞ്ഞു കഴിഞ്ഞു, obedience to God's word is a necessary mark of Christianity. So when you obey God's word, it doesn't make you a Christian, rather it marks you as a Christian. ദൈവവചനം നമ്മൾ അനുസരിക്കുമ്പോൾ കേവലം ആരെങ്കിലും പുറമേയുള്ള എക്സ്റ്റേണലായിട്ടുള്ള അല്ലെങ്കിൽ പുറമേ ഉള്ളതാകുന്ന ഒരു സ്റ്റാൻഡേർഡിനോട് ഞാൻ അങ്ങ് കൺഫേം ചെയ്യുമ്പോൾ അത് വെച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം ജെനുവിനാണ് എന്നെനിക്ക് പറയാൻ പറ്റുകയില്ല. നേരെ മറിച്ച് അകമേയുള്ള യഥാർത്ഥ വിശ്വാസം ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഫ്രൂട്ട്. അതാണ് അതിൻ്റെ വിഷയം. ഉള്ളിലുള്ളതാകുന്ന സേവിങ് ഫെയ്ത്ത് നിശ്ചയമായിട്ടും ഫലം പുറപ്പെടുവിച്ചിരിക്കും എന്നുള്ളതാണ് യാക്കോബ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന യാക്കോബ് അപ്പോസ്തലനാകുന്ന പൗലോസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ധ്വനി അവിടെയുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ആ വാക്യം അതിൽ തന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു വലിയ കോൺട്രഡിക്ഷനാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും യാക്കോബ് പൗലോസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല. നേരെ മറിച്ച് വേദപുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സേവിങ് അല്ലാത്ത ഒരു വിശ്വാസത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സേവിങ് ഫെയ്ത്തും
അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള വിശ്വാസവും രക്ഷയ്ക്കല്ലാത്ത വിശ്വാസവും. ഞാനിന്ന് ആ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഈ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ 1-ാം നൂറ്റാണ്ടിൽ എല്ലാ കാലത്തും എന്നതുപോലെ അപ്പോസ്തലന്മാരുടെ വാക്കുകളെ അതിനെ തെറ്റായി മനസ്സിലാക്കുന്ന ഒരു പ്രവണത എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. തെറ്റായിട്ട് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പൗലോസ് പഠിപ്പിച്ചതാകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഫെയ്ത്ത് എലോൺ ദാറ്റ് ജസ്റ്റിഫൈസ് എ സിന്നർ എന്നുള്ളതാണ്. വിശ്വാസം മാത്രമാണ് ഒരു പാപിയെ നീതീകരിക്കുന്നത്. ഇത് ഫണ്ടമെൻ്റലായിട്ട് അടിസ്ഥാനപരമായിട്ട് റോമാലേഖനവും മറ്റും പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു പക്ഷേ യാക്കോബ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഒരു പക്ഷേ നമുക്കതിനുള്ള പുറമേയുള്ള തെളിവുകളില്ല. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം മുഴുവനായി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഏതിലാണെന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു കൺക്ലൂഷനിലേക്ക് വരുവാൻ നമുക്ക് കഴിയും. അതിങ്ങനെയാണ് പൗലോസിൻ്റെ ഉപദേശം ഫെയ്ത്ത് അലോൺ ദാറ്റ് സേവ്സ് എ സിന്നർ. ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രമാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത്. ഒരു പക്ഷേ പൗലോസിൻ്റെ വാക്കുകളെ അതേ സമയത്ത് തന്നെ അതിനെ തെറ്റായി ധരിച്ചവർ ഉണ്ടായിരുന്നു എന്ന് റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പറയുന്നു എന്ന് ചിലർ പറയുന്നുവല്ലോ എന്ന് ഉദാഹരണത്തിന് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ. അപ്പോൾ അങ്ങനെ ഒരു ധ്വനി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫെയ്ത്ത് അലോൺ ദാറ്റ് ജസ്റ്റിഫൈസ് എ സിന്നർ എന്നുള്ള അടിസ്ഥാനപരമാകുന്ന ഉപദേശത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ യാക്കോബ് ആ ഒരു വിഷയത്തെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. യാക്കോബും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഫെയ്ത്ത് എലോൺ ദാറ്റ് സേവ്സ് എ സിന്നർ എന്നുള്ളതാണ്. അത് നമ്മൾ സന്ദർഭവശാൽ പിന്നീട് ആ കാര്യം കൂടുതലായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നതായിരിക്കും വരുന്ന ക്ലാസ്സുകളിൽ. എന്നാൽ ഇവിടെ ഈ 14 മുതൽ 26 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് എംഫസൈസ് ചെയ്യുന്ന വിഷയം എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ദാറ്റ് ട്രൂലി സേവ്സ് എ സിന്നർ. അതാ യാക്കോബ് പറയുന്നത്. വിശ്വാസം പല നിലകളിലുണ്ട്, വേദപുസ്തകം അത് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട്. അത് ആരുടെ വിശ്വാസമാണെന്നറിയാമോ? പിശാചിൻ്റെ വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു പദം അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ വളരെ കൃത്യമായി എന്താണ് ആ വാക്കുകൊണ്ട് ഒരു കോണ്ടെക്സ്റ്റിൽ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വിശ്വാസം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ?
ആ ഉപദേശം വല്ലതും തെറ്റാണോ? തെറ്റല്ല, കൃത്യമാണ്, അല്ലേ? അത് കൃത്യമല്ലേ? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 6:4. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നോക്കുക, അത് ബേസിക് ആയിട്ടുള്ള ഒരു ഉപദേശമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഉപദേശമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പൊ ഇവിടെ യാക്കോബിന്റെ ഒരു സാങ്കല്പികമാകുന്ന ഒരു വ്യക്തിയെ യാക്കോബ് അവിടെ കൊണ്ടുവരികയാണ്. സാങ്കല്പികമായിട്ട്. അപ്പോൾ സാങ്കല്പികമായിട്ട് യാക്കോബ് അങ്ങനെ ഒരു വ്യക്തിയോട്, ആ വ്യക്തിയുടെ ഇങ്ങോട്ടൊരു കാര്യം പറയുന്നു, യാക്കോബ് അതിൻ്റെ മറുപടി പറയുന്നു. അപ്പോൾ അത് ഇല്ലാത്ത ഒരു കാര്യമല്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നത്. ഇന്ന് മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ കോൺഗ്രിഗേഷൻസിൽ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൺഫസ് ചെയ്യുന്നവരാണ്, എല്ലാവരും ഏറ്റുപറഞ്ഞവരാണ്, എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. പക്ഷേ വചനം വ്യക്തമാക്കുന്നു, അങ്ങനെയുള്ള എല്ലാവരും നിത്യജീവനിൽ പ്രവേശിക്കത്തില്ല. അത് 1-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രശ്നമാണ്. അതെല്ലാ കാലഘട്ടത്തിലും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നും ആ പ്രശ്നമുണ്ട്, ഇന്നും ആ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ പിശാചുക്കളും എന്ത് ചെയ്യുന്നു? അവരുടെ തിയോളജി വളരെ കൃത്യമായ തിയോളജിയാണ്, കൃത്യമായ തിയോളജിയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പിശാച് നല്ല തിയോളജിയനാ. അതുകൊണ്ടാണ് ഈ തിയോളജിക്കൽ എറേഴ്സൊക്കെ ചിലരൊക്കെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ, പ്രത്യേകിച്ച് പിശാചിനോടുള്ള ബന്ധത്തിൽ വിളിച്ചു പറയുമ്പം സത്യത്തിൽ പിശാച് നിന്ന് ചിരിക്കുക. പറയട്ടെ, അവനും പ്രേരിപ്പിച്ചു കൊടുക്കുക, ഇവൻ പറയട്ടെ. ഉദാഹരണത്തിന്, ഡൗട്ടണിലെ ദേശാധിപതിയെ ഞാൻ ബന്ധിക്കുക. ഞാൻ ബന്ധിച്ചേ. അടുത്തയാഴ്ച വേറൊരു സ്പെഷ്യലിസ്റ്റ് ഇവിടെ വരുന്നു, അയാളും പറയുന്നു സകലതിനെ ഞാൻ ബന്ധിക്കുക. എൻ്റെ ന്യായമായൊരു സംശയം, ഞാൻ ബന്ധിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ചയുടെ ഇടയ്ക്ക് ആരാ ഇവനെ അഴിച്ചുവിട്ടത്? വരുന്നവരെല്ലാം ബന്ധിക്കുക. പിശാച് ഇത് കേട്ട് ചിരിക്കുക. എന്നാ കാര്യം എന്നറിയാം? സത്യത്തിൽ പിശാച് എൻകറേജ് ചെയ്യുക. അത് പിശാച് ആൾക്കാരെ കൊണ്ട് പറയും, ആരവോ ഇട്ടോ അവൻ പറയട്ടെ. കാരണം ഇത് ഒരു 15 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞ് എല്ലാത്തിൻ്റെ മനസ്സിൽ ഇതങ്ങ് കയറട്ടെ. ഏത്? തെറ്റായ കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? തെറ്റായ കാര്യങ്ങൾ. കാരണം പിശാചിനറിയാം ഏതാ കാര്യമെന്ന്. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഗദരദേശത്തെ കഴിഞ്ഞ ദിവസവും ഞാൻ ആ വിഷയം വളരെ ചിന്തിച്ചു. എന്തിനാ കർത്താവ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനോട് അവൻ്റെ ഭൂതം സംസാരിക്കാൻ തുടങ്ങി? അപ്പോൾ ആ ഭൂതം പറഞ്ഞ ഒരു വാക്ക്, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ, have you come here to torment us before time? അപ്പോൾ ഒരു ടൈം വെച്ചിട്ടുണ്ട്. എപ്പോഴാ? ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെ പിശാചിനെ ഹീസ് ഇൻ എ ലീഷ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ അപ്പുറത്ത് പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല.
പക്ഷെങ്കിൽ God has given him certain freedom. പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പിശാച് ചോദിക്കുന്നേ, സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? ഉടനെ കർത്താവിനോട് അനുവാദം ചോദിച്ചു, ഞങ്ങൾ ഈ പന്നികളിൽ പൊക്കോട്ടെ. കർത്താവിന് വേണമെങ്കിൽ റൈറ്റ് അവേ പാതാളത്തിൽ, അവിടെ അതല്ലേ വായിക്കുന്നേ, റൈറ്റ് അവേ പാതാളത്തിലേക്ക് അയക്കാമായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല? അയച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞു വരുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ നമ്മൾ എത്ര കിടന്ന് ഷൗട്ട് ചെയ്താലും പിശാചിനെ, അപ്പോൾ വേറൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വരും. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ്, അത് നിങ്ങളുടെ മനസ്സിൽ വരും. ഇപ്പോൾ വിഷയം അങ്ങ് ഡൈവേർട്ടായിപ്പോൾ അതിന് ഉത്തരം ഞാൻ തരാം, ഒരു കുഴപ്പമില്ല, ഉത്തരം ഞാൻ തരാം. വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നാം പറയുമ്പോൾ പിശാചിന് നന്നായിട്ടറിയാം. അതാ എൻ്റെ പോയിന്റ്. അത്രയും പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുകയാണ്. കാരണം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം പിശാച് ദൈവം ഏകനെന്നു വിശ്വസിക്കുന്നുവോ? കൊള്ളാം. നീ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും, അപ്പോൾ ദൈവം ഏകനെന്നുള്ള തിരിച്ചറിവ് it doesn't produce in him salvation. രക്ഷയുളവാക്കുന്നില്ല, പിന്നെ ടെററാണ് ഉളവാക്കുന്നത്. എന്നാൽ നമ്മൾ വായിച്ച ആ വേദഭാഗം, ആവർത്തന പുസ്തകം 6:4, ഗുഡ് തിയോളജി as far as a true believer is concerned, what will be the result of good theology? Verse 5. 4-5 ചേർത്തൊന്ന് വായിച്ചു. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെയാ. പക്ഷെങ്കിൽ ഏക സത്യ ദൈവത്തെ ഞാൻ എന്തോ ചെയ്യും? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. സോ ഗുഡ് തിയോളജി റിസൾട്ട്സ് ഇൻ എ ട്രൂ ബിലീവർ ഒബീഡിയൻസ് ആൻഡ് ലവ്. മനസ്സിലാകുന്നുണ്ടോ? യഥാർത്ഥ ഉപദേശം ഒരു ശരിയായ വിശ്വാസിയിൽ എന്തോ ഉളവാക്കും? അനുസരണവും സ്നേഹവും ഉളവാക്കും. യഥാർത്ഥമല്ലാത്ത വിശ്വാസിയിൽ അവൻ്റെ തിയോളജി കറക്റ്റാ, പക്ഷേ അനുസരണവുമില്ല, സ്നേഹവുമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് യാക്കോബ് പറയുന്ന കാര്യം. വാട്ട് കൈൻഡ് ഓഫ് ഫെയ്ത്ത് സേവ്സ്? ഏത് നിലയിലുള്ള വിശ്വാസമാണ് രക്ഷിക്കുന്ന വിശ്വാസം? ആ രക്ഷിക്കുന്ന വിശ്വാസത്തെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ഒന്ന്, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവിങ് faith results in works. അതാ വിഷയം. രക്ഷിക്കുന്ന വിശ്വാസം ഇറ്റ് ആക്ട്സ്. മനസ്സിലാക്കണം. എനിക്ക് സേവിങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഇറ്റ് വിൽ ആക്ട്. അതിന് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലി ഒന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് ദാറ്റ് സീഡ് ഈസ് ഇൻ മീ, ബൈ ആൻഡ് ഓഫ് ഇറ്റ്സെൽഫ് ഇറ്റ് പ്രൊഡ്യൂസസ് വർക്ക്സ്. അത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ കഴിയുന്ന വിശ്വാസം അല്ലെന്നേ.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാണ് സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? ആ വിശ്വാസം. ഏത് വിശ്വാസം? പ്രവൃത്തി പ്രൊഡ്യൂസ് ചെയ്യാത്ത വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം അല്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പ്രവൃത്തി അല്ല രക്ഷിക്കുന്നത്, എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തിക്കും. മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് വർക്ക്സ് ദാറ്റ് സേവ്സ്, ബട്ട് സേവിങ് ഫെയ്ത്ത് വിൽ പ്രൊഡ്യൂസ് വർക്ക്സ്. അതാണ് അവിടുത്തെ വിഷയം. 2, ഇത് 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് മടങ്ങി വരും കേട്ടോ. ചില ആഴ്ചകൾ നമ്മളവിടെ നിൽക്കും, കാരണം വിശദീകരിക്കേണ്ടതാണ്. 2ാമത്തെ വിഷയം അതിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഫെയ്ത്ത് സാക്രിഫൈസസ്. വിശ്വാസം, സേവിങ് ഫെയ്ത്ത് ഈസ് റെഡി ടു ഡു സാക്രിഫൈസ്. എന്താണ് ആ സാക്രിഫൈസ്? അതൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. 3ാമതായിട്ട് രാഹബിനെ കുറിച്ചാണ് പറയുന്ന കാര്യം. 25 മുതൽ 26 വരെയുള്ള കാര്യം. ഫെയ്ത്ത്, സേവിങ് ഫെയ്ത്ത് ടേക്സ് റിസ്ക്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ മാനുഷികമാകുന്ന നിലയിൽ ആ പിനക്കളിൻ്റെ ഏറ്റവും മുകളിലുള്ളയാളാണ്. മാനുഷികമാകുന്ന നിലയിൽ ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നയാളാണ്. അതേസമയം രാഹാബോ അതിൻ്റെ ഏറ്റവും താഴത്തെ ഒരാൾ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഏറ്റവും താഴെയുള്ള രാഹാബിലും നമ്മുടെ ചിന്തയിൽ ഏറ്റവും മുകളിലുള്ള അബ്രഹാമിലും അവരെ രണ്ടുപേരെയും രക്ഷിച്ച വിശ്വാസം പ്രവർത്തികളാൽ തെളിയിക്കപ്പെടുന്ന വിശ്വാസമാണ്. അങ്ങനെ അല്ലാത്ത വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം അല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. നാം ആ കാര്യം നമ്മൾ അല്പം കൂടെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഫെയ്ത്ത് ഇൻ അവർ ഹാർട്ട്സ് ഈസ് എവിഡൻറ്റ് ഇൻ ദ ഫ്രൂട്ട് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം. ഹൃദയത്തിൽ വിശ്വാസം വേണം. ആ ഹൃദയത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ് എവിഡൻ്റ് ആകുന്നത്? അത് എവിഡൻ്റ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളിലൂടെയാണ്. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ കൊരിന്ത്യ സഭ എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ ചിന്തിക്കാം. ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിൽ ഡൗട്ടണിലുള്ള എബനേസർ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയുന്നത് പോലെയാണ് കൊരിന്തിലുള്ള സഭ. അപ്പോൾ കൊരിന്തിലുള്ള സഭയിൽ എത്ര പേർക്ക് സേവിങ് ഫെയ്ത്ത് ഉണ്ടെന്നുള്ളതൊന്നും അപ്പോസ്തലന് അറിയത്തില്ല. അതുകൊണ്ടാണ്
എഫെസോസിലുള്ള സഭയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. കർത്താവ് തനിക്ക് ഉള്ളവരെ അറിയുന്നു. കർത്താവിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ചില പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ ചിന്തിക്കും, ഇന്നയാളൊക്കെ സേവ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ നമ്മൾ ചിന്തിക്കുക. പക്ഷെങ്കിൽ പോൾ പറയുന്ന ഒരു കാര്യം 2 തിമത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അപ്പോൾ മോളിൽ എഫെസോസിലെ സഭയിൽ ഹുമനയോസ് ഉണ്ട്, ഫിലേത്തോസ് ഉണ്ട്. അവരെക്കുറിച്ച് പറയുകയാണ്, അവർ സത്യം വിട്ടു, തെറ്റി, പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ, ആ വാക്ക് ശ്രദ്ധിക്കണം, വിശ്വാസം, അതേ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്, വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പോൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസത്തെ ഹുമനയോസും ഫിലത്തോസും വന്നിട്ട് പുനരുത്ഥാനം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം അതിൻ്റെ പുറകെ പോയി. പ്രിയപ്പെട്ടവരെ, അതിന്നും സംഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കറിയാം ചിലരെ, വലിയ പ്രവചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാർ ഇപ്പം പറയുക കർത്താവ് വന്നേച്ചു പോയെന്ന്, AD 70 വന്നേച്ചു പോയെന്ന്. അതിന് വേറൊരു വിദ്വാനുണ്ട്. ആ വിദ്വാനെ നമ്മുടെ സോക്കോൾഡ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാരൊക്കെ വിളിച്ച് സ്റ്റേജ് കൊടുത്ത് പ്രസംഗിപ്പിച്ച്, അതുകൊണ്ട് പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് വെച്ചിട്ടാ, പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്ന ഉപദേശം പിടിച്ച് ഇന്ന് കർത്താവ് വന്നേച്ചു പോയി എന്ന് പറയുന്ന ചിലരുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്വാന്മാരെ കണ്ടാൽ എന്നോ വിശ്വാസിയോ, പ്രവചനം എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടര് 1-ാം നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 തിമത്തിയോസ് 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടു, തെറ്റി, പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സേവിങ് അല്ലാത്ത, മറിച്ച് കളയപ്പെടാൻ കഴിയുന്ന വിശ്വാസമുണ്ടെന്ന് പറയുന്ന, യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പറയുന്ന ഒരു കൂട്ടര് എഫെസോസിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസം മറിച്ച് കളഞ്ഞു എന്നുള്ളതൊന്നുമല്ല ആത്യന്തികമാകുന്ന വിഷയം. 19-ാം വാക്യമാണ്, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അപ്പം if somebody has genuine and saving faith, ആ ജെനുവിൻ ഫെയ്ത്തിനെ ഇതൊന്നും വന്ന് ഇളക്കുകയല്ലെന്ന് സാരം. അതാ പൗലോസ് പറയുന്ന കാര്യം. ആ ജെനുവിൻ ഫെയ്ത്തിനെ, സത്യമാകുന്ന രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസത്തെ ഇളക്കുവാൻ ഇതിനൊന്നും കഴിയത്തില്ല. കാരണം അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. ആ അടിസ്ഥാനം സ്ഥിരമായിട്ടുള്ളത്. അത് ഇതൊന്നും വന്നാൽ ഇളകുന്നതല്ല. പിന്നെയോ അതിനൊരു മുദ്രയുണ്ട്. എന്താണെന്നറിയാമോ ആ മുദ്ര? ആ നിലനിൽക്കുന്ന വിശ്വാസത്തിൻ്റെ മുദ്ര എന്താ?
പൗലോസ് പറയുക, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെദർ ദ ലോർഡ് നോസ് യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിനെ അറിയത്തില്ലേ? എല്ലാവരെയും അറിയാമല്ലോ. പിന്നെന്തിനാ പൗലോസ് ഇങ്ങനെ എടുത്തെഴുതുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നെന്ന്? അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിനു മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ വേദഭാഗം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ അവസാനം, അന്നാളിൽ അനേകർ വന്നേച്ച് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, പിന്നെ ഞങ്ങൾ വിവിധ വീര്യപ്രവർത്തികളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ കർത്താവ് പറയുന്ന മറുപടി എന്നാണെന്നറിയാം? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ വാക്ക് ശ്രദ്ധിക്കണം. ഐ നെവർ ന്യൂ യു. All along they were members of the church. Not only members of the church, they were doing those so-called vidudalin ശുശ്രൂഷകൾ. The Lord says, I never knew you. എനിക്ക് നിങ്ങളെ അറിയത്തില്ലായിരുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. So there is a possibility which the New Testament gives of pseudo faith. വ്യാജമായ വിശ്വാസമുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:5 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ സഭയ്ക്ക് മൊത്തമായിട്ട് എഴുതുമ്പം പൗലോസ് പറയുക, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശോധന ചെയ്യാൻ പറ്റും, പരീക്ഷിപ്പാൻ പറ്റും. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ, അപ്പോൾ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ ടെസ്റ്റ് പാസ്സായാൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? യു ഹാവ് ദാറ്റ് അഷ്യൂറൻസ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വ്യാജമായ ഒരു വിശ്വാസത്തെക്കുറിച്ച് വേദപുസ്തകം വാൺ ചെയ്യുന്നുണ്ട്. 1-2 വേദഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വേദഭാഗങ്ങളൊക്കെ വളരെ ലളിതമാണ്, പക്ഷെങ്കിൽ അത് വളരെ ചിന്തനീയമാകുന്ന വേദഭാഗങ്ങളാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ആ വ്യാജമാകുന്ന വിശ്വാസത്തിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ചും അതേസമയം സേവിങ് ഫെയ്ത്ത് എങ്ങനെയാണ്, അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ളതാകുന്ന എക്സാമ്പിൾസ് എന്താണ്, അല്ലെങ്കിൽ ആ സേവിങ് ഫെയ്ത്ത് വിച്ച് ജോയിൻസ് വൺ with Jesus Christ for eternity. What kind of faith is it? അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1, ലൂക്കോസിൻ്റെ സുവിശേഷം 8:13 നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വായിച്ചോളൂ. പാറമേലുള്ളവരോ, കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും. നോക്ക്, ആ പദം ശ്രദ്ധിക്കണം. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. നോക്കണം, അവിടെ ശ്രദ്ധിക്കണം. ആ വിശ്വാസികൾ അവര് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടവരാ, സന്തോഷത്തോടെ കൈക്കൊണ്ടവരാ. പക്ഷെങ്കിൽ അവരുടെ വിശ്വാസം താൽക്കാലികമായിരുന്നു. പരീക്ഷാസമയം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ
they lacked the root and therefore they didn't have the fruit. അവർക്ക് ആ വേരില്ലായിരുന്നു. അവരതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല. അവർ താൽക്കാലികമായിട്ട് വിശ്വസിച്ചു. യോഹന്നാൻ 8:30 വായിച്ചോളൂ. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. നോക്കുക, ആ വാക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. പക്ഷെങ്കിൽ ആ വിശ്വസിച്ചവർ വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്തവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം താഴോട്ട് പോകണ്ട. 44-ാമത്തെ വാക്യം വായിച്ചാൽ മതി. 44-ാമത്തെ വാക്യം. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നോക്കുക, വിശ്വസിച്ചു എന്ന് പറഞ്ഞവരെയാണ് കർത്താവ് വിളിക്കുന്നത് എന്താ? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഇനിയും അതേ വിശ്വാസികൾ 59-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അതേ വിശ്വാസികൾ. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അപ്പൊ ആ വിശ്വാസികളെ കണ്ടോ? ആദ്യം പറഞ്ഞപ്പം അവരെല്ലാം വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, അവര് പിശാചിൻ്റെ മക്കളാണ്. അതും കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ പിശാചിൻ്റെ മക്കളാണെന്ന് മുകളിൽ കർത്താവ് പറഞ്ഞത് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ തെളിയിച്ചു. ആര്? വിശ്വാസികൾ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് പറയാം, ഒരുവൻ പറയാം എനിക്കെന്തോണ്ട്? വിശ്വാസമുണ്ട്. അതാണ് അവിടുത്തെ വിഷയം. ഇനി യോഹന്നാന്റെ സുവിശേഷം 12:42 വായിച്ചോളൂ. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. നോക്കുക, അപ്പം ഈ പ്രമാണികൾ തന്നെയും അനേകരെന്ത് ചെയ്തു? അവനിൽ വിശ്വസിച്ചു. പക്ഷേ അവര് രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. അടുത്ത സെന്റൻസ് വായിച്ചോളൂ. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. നോക്കുക, അപ്പോൾ men who were afraid to take risk, men who were afraid because if they confess Jesus as Savior and Lord, they will have to go through persecution, inconvenience. They are not saved. അതാ വിഷയം. യാക്കോബ് പറയുന്ന വിഷയം അത് തന്നെയാ. If truly somebody savingly believes, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷയ്ക്കായിട്ട് വിശ്വസിച്ചാൽ, ആ വിശ്വസിച്ചയാള് മറ്റൊന്നും നോക്കിയല്ല. നമ്മൾ പറയും ഇന്നാളും ഒക്കെ ഒരു രഹസ്യമാകുന്ന ക്രിസ്ത്യാനി പരസ്യമായിട്ട് വരും ഒരു ദിവസം. ശരിയായ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു ഫോർ എ ടൈം, അല്പസമയത്തേക്ക് ചിലപ്പം രഹസ്യമായിട്ട് തുടർന്നെന്ന് വരാം. പക്ഷെങ്കിൽ യിരെമ്യാവ് പറയുന്നത് പോലെ, യിരെമ്യാവ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ഇനി നിന്റെ നാമത്തിൽ സംസാരിക്കത്തേയില്ല. ഞാൻ എപ്പോഴൊക്കെ നിന്റെ വചനം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ഉപദ്രവമായിട്ടേ തീർന്നിട്ടുള്ളൂ. എന്നിട്ട് അടുത്ത സെൻറ്റൻസിൽ പറയുക, ബട്ട് ഹൗ ക്യാൻ ഐ നോട്ട് ടു speak your word because your word is in my bones as a fire. നോക്കിയേ, യിരെമ്യാവ് പറയുന്ന കാര്യം, ഞാൻ ഇനി നിന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല. നിന്റെ നാമത്തിൽ സംസാരിച്ചപ്പോൾ മുഴുവൻ എനിക്ക് ഉപദ്രവവും പീഡയും പഴിയും ദുഷിയുമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും മേലാ ഞാൻ സംസാരിക്കുന്നില്ല. എന്നിട്ട് താഴോട്ട് പറയുക,
എനിക്ക് എങ്ങനാ സംസാരിക്കാതിരിപ്പാൻ കഴിയുന്നത്? നിന്റെ വചനം എൻ്റെ അസ്ഥികളിൽ അഗ്നി പോലെ അല്ലയോ? ഹൗ ക്യാൻ ഐ കീപ് ഇറ്റ് ക്വയറ്റ്? ട്രൂ ഫെയ്ത്ത് cannot be hidden. It will come out. അകത്തുള്ളതിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതാ യാക്കോബ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കൂട്ടർ പലർക്കും കർത്താവ് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കിയ ഇഷ്ടമാണ്. സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെങ്കിൽ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിപ്പാൻ, they only want Jesus as their savior from hell, not as their Lord of life. But I tell you something, if Jesus is not Lord of our lives, then he is not the savior of our souls. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷകൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ആ വ്യക്തികളെ ശ്രദ്ധിച്ചേ. അവർ പള്ളിപ്രമാണികൾ തന്നെ വിശ്വസിച്ചു. പക്ഷെങ്കിൽ പള്ളി ഭ്രഷ്ടരാകുമെന്ന ഭയം കൊണ്ട് അവരെന്ത് ചെയ്തില്ല? ഏറ്റുപറഞ്ഞില്ല. അവർ വിശ്വസിച്ചെന്ന് എഴുതിയിരിക്കുന്നു എങ്കിലും അവർ സേവിങ് ഫെയ്ത്ത് അവരിലില്ലായിരുന്നു. ഞാനിതെല്ലാം പറയുന്നതിനാണെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനം നമ്മൾ ഈ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ശീമോനെക്കുറിച്ച് ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ്റെ ഉള്ളിലിരിപ്പെന്താണെന്ന്. പത്രോസ് അത് വളരെ ക്ലിയറായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? സേവിങ് ഫെയ്ത്ത് ബിഗിൻസ് ഇൻ ദ ഹാർട്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് വാഗൊണ്ടേറ്റു പറയുന്നത്. അല്ലാതെ വാഗൊണ്ടേറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദർ ഇൻ ഹാർട്ട്? ഹൃദയത്തിലുള്ളത് പുറത്തു വരും. യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ട്രൂ സേവിങ് ഫെയ്ത്ത്, അത് നിശ്ചയമായിട്ടും പ്രവൃത്തിയിൽ വെളിപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എങ്കിലും എന്താണ് സേവിങ് ഫെയ്ത്ത്? പൊതുവായിട്ട് പറഞ്ഞാൽ എന്തിലാണ് നിലനിൽക്കുന്നത്? അനേക കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഇറ്റ് ബിഗിൻസ് വിത്ത് എ പ്യൂരിഫൈഡ് ഹാർട്ട്. സേവിങ് ഫെയ്ത്തിൻ്റെ ഒന്നാമത്തെ ആ ബേസിക്കായിട്ടുള്ള വിഷയം പ്യൂരിഫൈഡ് ഹാർട്ടിലാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പഴയ നിയമത്തിലെ ആ പ്രവചനങ്ങളുടെ നിവൃത്തി. പഴയ നിയമത്തിൽ യിരെമ്യാവിൽ കൂടെ യഹൂദാ ജനത്തിന് കൊടുത്ത ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യും. ഞാൻ ചെയ്യാൻ പോകുന്ന ആ പുതിയ ഉടമ്പടി പണ്ടുണ്ടായിരുന്ന കല്ലുകളിൽ കൊത്തി തന്ന ഉടമ്പടി പോലെ അല്ല. പിന്നെയോ, ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റിയിട്ട് എ ഹാർട്ട് ഓഫ് ഫ്ലഷ് ഇൻ പ്ലേസ് ഓഫ് ഹാർട്ട് ഓഫ് സ്റ്റോൺ. ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ
അൺറെസ്പോൺസീവായിട്ടുള്ള ആ ഹൃദയം മാറ്റിയിട്ട് റെസ്പോൺസീവായിട്ടുള്ളൊരു ഹൃദയം ഞാൻ തരും. ആ ഹൃദയം തരികയും ആ ഹൃദയത്തിൽ എൻ്റെ പ്രമാണങ്ങളെ ഞാൻ എഴുതും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. അതാണ് ന്യൂ കവനന്റ്. ആ ന്യൂ കവനന്റ് it not only applies to the ethnic Israel, but also for the whole Gentiles. അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം വായിക്കുമ്പോൾ ആ കാര്യം വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം എന്താ? അവിടുത്തെ പ്രശ്നം പൗലോസും ബർന്നബാസും വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യെരുശലേമിൽ നിന്ന് ചിലർ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ ആ സ്ഥലം വരെയും ഗലാത്യ സഭകൾ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ആ സ്ഥലങ്ങൾ വരെയും അവർ ചെന്നിട്ട് പറഞ്ഞു, വെൽ, യേശുവാണ് രക്ഷകൻ, വിശ്വാസത്താലാണ് രക്ഷ. പക്ഷെങ്കിൽ അത് മാത്രം പോരാ, പഴയ ഒരുടമ്പടിയുണ്ട്, അന്ന് പറഞ്ഞു കിട്ടിയ, കൽപ്പിച്ച് കിട്ടിയ ചില ആചാരങ്ങളുണ്ട്, അതുകൂടെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സിറിയൻ അന്ത്യോക്യയിൽ വെച്ച് തന്നെ പത്രോസുമായിട്ട് മുഖാമുഖം ഞാൻ എതിർത്തു നിന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഉപദേശപരമായിട്ട് ഒരു വലിയ തെറ്റിലേക്ക് അനേകർ പോകുന്നു എന്ന് കണ്ടപ്പോൾ മുഖാമുഖം പൗലോസ് എതിർത്തു നിന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായമാണ് ഞാൻ ഈ പറയുന്ന വിഷയം. ആ വിഷയത്തെക്കുറിച്ചൊരു തീർപ്പാക്കുവാൻ യെരുശലേമിലേക്ക് പൗലോസും ബർന്നബാസും അപ്പോസ്തോലന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്നത് ആരാന്നറിയാമോ? ഈ ലേഖനം എഴുതിയ യാക്കോബ. മനസ്സിലാക്കണം, ഈ ലേഖനം എഴുതിയ യാക്കോബാണ് അതിൻ്റെ അധ്യക്ഷൻ, ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ അവിടെ പറഞ്ഞ ഒരു കാര്യം, യഹൂദന്മാർക്ക് മാത്രമല്ല ആ ഉടമ്പടി, പിന്നെയോ അത് സകല ജാതികൾക്കും ഉള്ളതാണ്. 15:9 വായിച്ചേ. അപ്പോൾ ജാതികളെ അംഗീകരിപ്പാൻ ദൈവം എന്താ ചെയ്തതെന്നാണ് അവിടെ പറയുന്ന വിഷയം. ഒന്ന് വായിച്ചോളൂ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. അപ്പോൾ ജെനുവിൻ ഫെയ്ത്ത് ആദ്യം ചെയ്യുന്നത് എന്താ? ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. മനസ്സിലാക്കണം, ഇറ്റ് ബിഗിൻസ് ഇൻ ദ ഹാർട്ട്. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. ആ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടും. അതാ യാക്കോബ് പറയുന്നത്. അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ ആ വിശ്വാസം അവനെ രക്ഷിക്കുന്നില്ലെന്നാണ് യാക്കോബ് പറഞ്ഞത്. മനസ്സിലായോ? There is no contradiction between Paul and James. And in fact, James the apostle, our Lord's half brother, presided over that meeting in Jerusalem that day. ആ ദിവസം ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തത് യാക്കോബ. നോക്കിയേ, God's word is very clear, very clear. If somebody has saving faith, that
faith will result in your life. രക്ഷിക്കുന്ന വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് സംസാരിച്ച ദൈവവചനത്തിൻ്റെ ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം.